ഗുഡ് ഈവനിങ്. എൻ്റെ പേര് പ്രീതിമോൾ. ഞാൻ പാലക്കാട് നിന്നുമാണ്. ഡിജിറ്റൽ ആൻഡ് മൈൻഡ് സിൽവർ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സാറ് 4 മണിക്കൂർ, അതായത് 4 അവേഴ്സിൻ്റെ ഒരു ക്ലാസ്, ഇംഗ്ലീഷ് ക്ലാസ് സംഘടിപ്പിച്ചിരുന്നു. ആ ക്ലാസ്സിൽ ഞാനും പങ്കെടുക്കുകയുണ്ടായി. വളരെ സന്തോഷത്തോടു കൂടെ തന്നെയാണ് ആ ക്ലാസ് ഞാൻ പങ്കെടുത്തത്. കാരണം അതൊരു ലൈഫിൽ എൻ്റെ ഒരു ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടായാലും ഏതൊരു മെൻറ്ററിൻ്റെ ക്ലാസ്സിലാണെങ്കിലും ഈ 4 മണിക്കൂർ ഇത്രയും വൃത്തിയായി അല്ലെങ്കിൽ വളരെ എക്സ്പ്ലനേഷനോടുകൂടെ തന്നെ ഒരാളും പറഞ്ഞു കൊടുക്കില്ല. അപ്പോൾ ഇത്രയും വ്യക്തമായിട്ട് സാറ് നമുക്ക് ഇംഗ്ലീഷ് ക്ലാസ്സുകൾ പല രീതിയിൽ എങ്ങനെയാണ് സിമ്പിളായിട്ട് നമുക്ക് ഇംഗ്ലീഷ് എളുപ്പത്തിൽ പഠിച്ചെടുക്കാം. അത് പ്രായഭേദമന്യേ ചെറിയ കുട്ടികൾ മുതൽ പ്രായമായിട്ടുള്ളവർ വരെ നമ്മുടെ ഗ്രൂപ്പിനകത്തുണ്ടായിരുന്നു. എല്ലാവർക്കും വളരെ സന്തോഷത്തോടു കൂടിയും ഈസിയോടുകൂടിയും ഗ്രാമർ ചേർന്ന് തന്നെ അത് സിമ്പിളായിട്ട് പഠിച്ച് മനസ്സിലാക്കാനായിട്ട് സാറ് പറയുന്ന ഈ ഒരു 4 മണിക്കൂർ ക്ലാസ് കൊണ്ട് നമുക്ക് സാധിച്ചു. സാറിൻ്റെ ഓരോ ക്ലാസ്സുകളും ഓരോ സെക്കൻഡിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു പവർഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെയാണ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഈ ക്ലാസ്സിലൂടെ കിട്ടിയ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാമല്ല, എങ്ങനെ ഇംഗ്ലീഷ് നമുക്ക് മറ്റൊരാളോട് സംസാരിക്കാൻ ഒരു പേടി, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് മുന്നിലോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ക്ലാസ്സിനോ നമുക്ക് സംസാരിക്കാനുള്ള ഒരു വ്യക്തത കിട്ടുന്നില്ല എന്നുള്ളവർക്ക് സാറ് പറഞ്ഞിട്ടുള്ള ഈ 4 അവേഴ്സ് ക്ലാസ്സിൽ ഒത്തിരി ആളുകൾ ഇതിൻ്റെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ നമുക്കറിയുന്ന കാര്യം നമ്മൾ ശരിക്കും മലയാളികൾ യൂസ് ചെയ്യുന്നത് 75% ഒരു കാര്യങ്ങളിലും ഒരു സെൻറ്റൻസോ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫോ പറയുകയാണെങ്കിൽ അതിൽ കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷ് വാക്കാണ് മറ്റ് സ്റ്റേറ്റുകളെ ഉപേക്ഷിച്ച്. സോ നമുക്ക് സാറ് പറഞ്ഞ രീതി വെച്ച് നോക്കുമ്പം നമുക്കറിയുന്ന വാക്കുകൾ ഇപ്പോൾ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് നമുക്ക് പറയാം. കുട്ടികളോടാണെങ്കിലും നമ്മുടെ സിമ്പിളായിട്ടുള്ള വാക്കുകൾ, ഇപ്പോൾ എനിക്കൊരു ചായ വേണം, അത് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. ഓക്കെ, അതുപോലെ തന്നെ വിശക്കുവാണെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ കുട്ടികളോട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ, ആ ഒരു കൺവെർസേഷൻ നമുക്ക് ആ ഇംഗ്ലീഷിലോട്ട് വരുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെല്ലാവരും ഫ്ലുവൻസിയോടുകൂടി ഇംഗ്ലീഷ് സംസാരിക്കാൻ സന്നദ്ധരായി തീരും. വളരെ സന്തോഷമുണ്ട് സാറുടെ ഓരോ ക്ലാസ്സും. സാറെന്ന് പറയുന്ന സാറെക്കുറിച്ച് എനിക്ക് കൂടുതൽ പറയാൻ ഒന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ അത്രമാത്രം മേലെയാണ്. ഓക്കെ, കാരണം സാറിൻ്റെ 2 ഓഫ്ലൈൻ പ്രോഗ്രാമിന് നമ്മൾ പങ്കെടുത്തിട്ടുള്ളതാണ്. ഓരോ എക്സ്പെരിമെൻ്റ്, അതുപോലെ അവിടെ നടക്കുന്നുള്ള ഓരോ ആക്ഷൻസൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെയാണ് സാറ് ചെയ്തു തരുന്നത്. എല്ലാത്തിനോടും ഞാൻ സാറോട് തന്നെ വളരെ നന്ദിയും കടപ്പാടും ഇതിനകത്ത് പറയുകയാണ്. വളരെ സന്തോഷം. താങ്ക് യു ഓൾ. താങ്ക് യു വിപിൻ സാർ.